ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 4 ചെയ്തു. അത് എത്ര പേർക്ക് അത് ഗുണപ്പെട്ടു എന്നറിയത്തില്ല. കുറേ പേരൊക്കെ വിളിച്ചും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും ഒത്തിരി ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുന്നു എന്നൊരു കംപ്ലൈൻ്റാണ്. അപ്പോൾ മാക്സിമം ഒരു 20 മിനിറ്റിന് താഴെ 15-20 മിനിറ്റിനകം നിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോക്കത്തിലും നമ്മൾ ഒരു പാറ്റേൺ വെച്ച് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സമയം കുറച്ച് കുറയും. 15 മിനിറ്റിനകത്തിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. 2 എണ്ണമൊക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മൾ 30 മിനിറ്റ് 40 മിനിറ്റിനകത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പഠിക്കാം. ഓരോ പാറ്റേൺ വെച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് പാറ്റേൺ ആണ്. ബോക്സ് പാറ്റേൺ ഈ പാറ്റേൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആണ് നമ്മൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ബോക്സ് പാറ്റേൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ഫോമായി കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അതിനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് 3-4 എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. പിന്നെ ഈ ബോക്സ് പാറ്റേൺ കൂടുതലും നമുക്ക് ഡേ ടൈം ഫ്രെയിമിലാണ് കൂടുതലും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഫോർമേഷൻ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഡേ ടൈം ഫ്രെയിം ഫോർമേഷനിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ചിലപ്പം 15 മിനിറ്റ്സിലും 45 മിനിറ്റ്സിലൊക്കെ നമുക്കിത് കാണാം. അപ്പം അതിനനുസരിച്ച് നമുക്കത് നോക്കി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇത് കൂടുതലും നമ്മൾ ഈ ബോക്സ് പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെ ഒരു ബ്രേക്ക് ഡൗണോ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ശരിക്കും ഈ പാറ്റേൺ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനകത്തിലാണെങ്കിൽ ഇതിപ്പോൾ ഞാനിതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം ഇത് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊരു കണ്ട ഫോർമേഷനാണ്. ഒരു നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ വലിയൊരു ക്രാഷ് താഴോട്ട്, നമ്മൾ 25,000 താഴോട്ട് വന്നതിന് ശേഷം 25,000 പോയിട്ട് മാർക്കറ്റ് താഴോട്ട് 25,000 ഇതല്ലേ, 25,000 ശേഷം താഴോട്ട് ഒരു ഫോൾ വന്നതിന് ശേഷം നിഫ്റ്റി ഒരു ബോക്സ് പാറ്റേൺ അവിടെ രൂപപ്പെട്ടു. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ബോക്സ് പാറ്റേൺ കാണാൻ പറ്റും. കണ്ടോ? അതായത് ഈ ബോക്സ് പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് പല തവണ ഒരേ പോയിന്റിൽ വന്ന് റെസിസ്റ്റൻസ് എടുക്കുകയോ അല്ലെ ഒരേ പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയോ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബോക്സ് പാറ്റേൺ രൂപപ്പെടുന്നത്. ഓക്കെ, 2 അതിലധികമോ, ഓക്കെ, ഒരേ സമയം ഒരേ പോയിന്റിൽ 2 അതിലധികമോ പ്രാവശ്യം ക്യാൻഡിലുകൾ വന്ന് അവിടെ തട്ടി അല്ലെങ്കിൽ മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് നേരെ തിരിച്ചു വരികയോ ചെയ്യുമ്പോഴുള്ള പ്രതിഭാസമാണ്. അങ്ങനെ പല പ്രാവശ്യം സംഭവിക്കുമ്പോഴാണ് നമുക്കൊരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ ബോക്സ് പാറ്റേൺ വെച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് അപ്പോൾ 2 പോയിൻ്റ് നമുക്ക് കിട്ടിയില്ലേ. ഒരു അപ്പർ സൈഡും കിട്ടി, നമുക്കൊരു ഡൗൺ സൈഡും കിട്ടി, ശരിയല്ലേ? അപ്പോൾ ഈ ഡൗൺ സൈഡും അപ്പർ സൈഡും നമ്മൾ നിരന്തരം വാച്ച് ചെയ്യുമ്പോൾ അപ്പർ സൈഡിൽ വന്നിട്ട് അതിന് ശേഷം ഒരു മുകളിലോട്ടൊരു ബ്രേക്ക് സ്ട്രോങ് വോളിയത്തിലൂടെ നടക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്കൊരു ബ്രേക്ക് കിട്ടിയെങ്കിൽ നമുക്കിപ്പോൾ ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ക്ലോസിങ് കിട്ടണം. നിങ്ങൾ ബോക്സ് പാറ്റേൺ കണ്ടുപിടിക്കുന്നത് ഏത് ടൈം ഫ്രെയിമിലാണോ ആ ടൈം ഫ്രെയിമിൻ്റെ ഒരു ക്യാൻഡിൽ, ഇപ്പോൾ 15 മിനിറ്റ്സ് ആണെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ, ആ ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ആ ബോക്സിന് വെളിയിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ബോക്സിന് വെളിയിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്നൊരു ട്രേഡ് തീരുമാനിക്കാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞേ? അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴും ഈ ബോക്സിന് വെളിയിൽ ചാടിയാൽ, ബോക്സ് പൊട്ടിച്ച് താഴോട്ട് വീണാൽ, ഈ പറയുന്ന പോലെ തന്നെ ഏത് ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത് ആ ടൈം ഫ്രെയിമിൻ്റെ ഒരു റെഡ് ക്യാൻഡിൽ വീണതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അത് ഞാൻ എക്സാമ്പിളിലൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പല സ്റ്റോക്സിൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ഈ ഒരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്തിൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷനാണ് സംഭവിക്കുന്നത്. അതായത് ആ ബോക്സിനകത്ത് തന്നെ മാർക്കറ്റ് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കും. മനസ്സിലായി? അപ്പം നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം. ഇപ്പം ഈ ബോക്സിനകത്തിൽ ഇപ്പോൾ അകപ്പെട്ട് കിടക്കുക, ഒരു എലി പെട്ട് കിടക്കുന്ന പോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഈ ബോക്സിനകത്ത് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വരുന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, പിന്നെ നേരെ തിരിച്ച് മേലോട്ട് പോകുന്നു, അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു, പിന്നെ നേരെ താഴോട്ട് വരുന്നു. ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോക്സിൽ കിടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇൻട്രാഡേ ട്രേഡുകൾ നമുക്ക് അതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫേസ് ചെയ്തു, ഇതിപ്പോൾ തുടക്കമാണെന്ന് വിചാരിച്ചു, ഇവിടെ നേരെ താഴോട്ട് വന്നു, ഇവിടെ പോയി ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും മേളിൽ പോയി, വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു, അപ്പോൾ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇവിടുന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ക്ലോസിങ് കിട്ടിയത് ഇവിടെയാണ്. അവിടെയും റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നേരെ തിരിച്ച് താഴോട്ട് വന്നു. പിന്നെ അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തെങ്കിൽ നേരെ പൊട്ടിച്ച് മേലോട്ട് പോകാൻ പറ്റുന്നില്ല, ഇല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു താഴോട്ടൊരു പി ട്രേഡ് എടുക്കാൻ പറ്റും. അത് നോക്കി അവിടെ നിന്ന് ട്രേഡ് എടുത്തു, നേരെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. പിന്നെ പിറ്റേ ദിവസം ഗ്യാപ്പപ്പിൽ മേളിൽ പോയെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, മേലോട്ട് പോകാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഈ മൂവ്മെൻറ്റ്, ഈ പാറ്റേൺസ്, ഈ മൂവ്മെൻറ്റ്സ് എങ്ങനെ ക്യാൻഡിൽ രൂപപ്പെടുന്നു ഇത് നോക്കി ഈ ബോക്സിനകത്ത് തന്നെ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. എപ്പോഴാണോ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് വെളിയിലോട്ട് പോകുന്നത്, ഇവിടെ താഴോട്ടായാലും മുകളിലോട്ടായാലും എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നു, അതേ സെയിം ടൈം ഫ്രെയിമിൽ നമുക്കവിടെ ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ നിഫ്റ്റി കുറേ നാൾ ഇങ്ങനെ രണ്ട് ദിവസം ഇവിടെ 1, 2, 3, 4 ദിവസം ഇതിനകത്ത് ഓസിലേറ്റ് ചെയ്തു, ഇല്ലേ? 4 ദിവസം ഇതിനകത്ത് കറങ്ങി കളിച്ചിട്ട് 5-ാമത്തെ ദിവസമായിട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബ്രേക്ക് ഔട്ട് അങ്ങോട്ടൊരു കൺഫർമേഷൻ അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം ഇതിനെ മുകളിൽ താഴോട്ട് ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇതിനെ മുകളിൽ തന്നെ കറങ്ങി കളിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കണം മുകളിലോട്ട്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്കൊരു സ്റ്റോക്സിനകത്ത് നോക്കാം. ഇത് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഡേ ടൈം ഫ്രെയിമിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ബജാജ് ഫിൻസർവ് ഞാനിങ്ങനെ 2-3 നോക്കി വെച്ചിട്ടുണ്ട്. ബജാജ് ഫിൻസർവിൻ്റെ ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. ബജാജ് ഫിൻസർവ് ഇതിനകത്ത് നോക്കി, ഇത് ബജാജ് ഫിൻസർവിൻ്റെ ഡേ ചാർട്ടാണ്. ഇതിപ്പം നോക്കൂ, ഇത് ബജാജ് ഫിൻസർവിൻ്റെ ഡേ ചാർട്ടാണ്. ഇതിനകത്ത് നോക്കിക്കേ, പല പ്രാവശ്യം ഇതൊരു ബോക്സാണ്, ഇല്ലേ? നിങ്ങൾക്ക് പല ബോട്ടങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ പല ടോപ്പുകൾ ചേർത്ത് നിങ്ങൾക്കൊരു ബോക്സ് വരയ്ക്കാം. അതായത് ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിലും റെസിസ്റ്റൻസ് ആയാലും ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിലും എന്ത് വരയ്ക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ ടച്ചസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ വരയ്ക്കുമ്പം അതിന് ചിലപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ക്യാൻഡലിന് വിക്കുകൾ കാണും, ചിലപ്പോൾ 2 ദിവസം അങ്ങോട്ട് ചിലപ്പോൾ ഓസിലേറ്റ് ചെയ്ത് കുറച്ച് മുകളിലോട്ട് പോയിട്ട് തിരിച്ചതായിട്ടൊന്ന് കാണും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏറ്റവും കൂടുതൽ ടച്ചസ് നമ്മുടെ ലൈനിൽ എവിടെ കിട്ടുന്നോ അത് ചേർത്ത് വേണം നമ്മൾ ലൈൻ വരയ്ക്കാൻ. പലർക്കും പല സ്ട്രാറ്റജികളായിരിക്കും, പലരും പല രീതിയിലായിരിക്കും വരയ്ക്കുന്നത്. പക്ഷേ ഞാൻ വരയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് ഏറ്റവും മാക്സിമം ടച്ചസ്. ഓക്കെ, മാക്സിമം ടച്ചസ് ചേർത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നോക്കി, ബജാജ് ഫിൻസർവ് കഴിഞ്ഞ 2023 കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു ബോക്സിനകത്ത് കിടന്ന് കളിക്കുക. എങ്ങോട്ടും ഇത് പോകുന്നില്ല, എങ്ങോട്ടൊരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നമുക്ക് തരുന്നില്ല. ഇത് നോക്കിക്കേ, ഇത് 2023 ജൂലൈ തുടങ്ങിയതാണ്. ഇതിനകത്ത് കയറി മുകളിൽ വന്നു, അവിടെ നേരെ തിരിച്ചു വന്നു, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തു, പിന്നെ കുറച്ച് താഴോട്ട് പോയി, പിന്നെ ഇത് ഈ ബോക്സിനകത്ത് കയറി നേരെ അകത്ത് പോയി, മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് എടുത്തു, പിന്നെയും താഴെ വന്നു, പിന്നെയും മുകളിൽ പോയി, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, പിന്നെ ഈ ബോക്സിനകത്ത് വന്നു. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലും എപ്പോൾ തിരിച്ച് ഈ ബോക്സിനകത്ത് വരുന്നോ പിന്നെ ഈ ബോക്സിനകത്ത് പെട്ടുപോകും. അതായത് നമ്മളിപ്പം ഒരു കൂട്ടിനകത്തിൽ ഒരു കിളിയെ ഇട്ട് വളർത്തുന്നു വിചാരിച്ചോ, കൂട് തുറന്ന് കിളി പുറത്ത് പറന്നു പോയിട്ട് തിരിച്ച് വീണ്ടും ആ കിളി ആ കൂട്ടിനകത്ത് വന്നാൽ എന്ത് ചെയ്യും? അത് പെട്ടുപോകും. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അവസ്ഥ. അതായത് ഈ ബോക്സ് വിട്ട് മാർക്കറ്റ് വെളിയിൽ ചാടിയാൽ
പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ബോക്സിനകത്ത് ഇത് വന്ന് പെട്ടാൽ പിന്നെ ഇതിനകത്ത് തന്നെ ഓസിലേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിങ്ങനെ ഇതിനകത്ത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. ഇവിടുന്ന് ഒരിക്കലും ഇവിടെ പൊട്ടിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. വീണ്ടും ഇത് അടുത്ത പ്രാവശ്യം ഇത് പൊട്ടിച്ചെങ്കിലും ഇത് മുകളോട്ട് ഇതിൻ്റെ ഗതി നോക്കിക്കേ. മുകളോട്ടുള്ള ഗതി വളരെ വളരെ ശോകമാണ് ഇതിൻ്റെ ഗതി, ഇല്ലേ? ഇതിൻ്റെ മുകളോട്ടുള്ള പോക്ക് വളരെ ശോകമാണ്, ഇല്ലേ? ഒരു സ്ട്രെങ്ത് ഇല്ല. നാളെ വോളിയം നോക്കി കഴിഞ്ഞാലും ഈ ബ്രേക്ക് ഔട്ടിന് ഒരു സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഏത് സമയത്ത് ഇത് തിരിച്ച് ഇതിനകത്ത് വരാമെന്നുള്ള സാധ്യതയാണ്. അപ്പം തിരിച്ച് വീണ്ടും ഈ ബോക്സിനകത്ത് വന്നു, വീണ്ടും ഇതിനെ പൊട്ടിച്ചെങ്കിലും ഇവിടെ ഒന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ക്യാൻഡിലുകൾക്കൊന്നും ഒരു ശക്തിയില്ല, ഇല്ലേ? ഫുൾ റിജക്ഷനാണ്. നോക്കി, ഇതെല്ലാം ഫുൾ മേളിൽ നിന്ന് റിജക്ഷനാണ്, എല്ലാം റിജക്ഷനാണ്. അപ്പോൾ ഈ റിജക്ഷൻ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണ്ടേ? ഇത് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീണ്ടും വന്ന് ഈ ബോക്സിനകത്ത് കയറി വീണ്ടും ഇതിനകത്ത് കടന്നിങ്ങനെ ഓസിലേറ്റ് നോക്കിയേ, കടന്നതിനകത്ത് ഓസിലേറ്റ് ചെയ്യുന്നു. വീണ്ടും ഇവിടെ പൊട്ടിക്കാൻ ശ്രമിച്ചു, പക്ഷേ മുഴുവൻ റിജക്ഷനാണ്. നോക്കി, ഈ ക്യാൻഡിലുകളെല്ലാം നോക്കിക്കേ, എല്ലാം റിജക്ഷനാണ്. വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ഇത് വലിയ ഹ്യൂജ് സംഭവത്തോടുകൂടെ ഇത് ഇത്രയും ഗ്രീൻ ക്യാൻഡിലായിരുന്നു ആദ്യം. ഇത് തുടങ്ങുമ്പോൾ ഇത് ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഇവിടെ. പക്ഷെങ്കിൽ വീണ്ടും അവിടുന്ന് സെല്ലേഴ്സ് അവനെ വിറ്റ് താഴോട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി. ശരിയല്ലേ? അപ്പോൾ എപ്പോഴൊക്കെ ഈ ബോക്സ് പാറ്റേൺ അകത്ത് കയറുന്നു അപ്പോഴൊക്കെ എന്തായിരിക്കും? ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് ആ സ്റ്റോക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. നോക്കിക്കഴിഞ്ഞാൽ ആ ബോക്സിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് കൂട്ടിലിട്ട കളിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് വേറെ സ്റ്റോക്കും കൂടെ നോക്കാം. GMR ഇൻഫ്ര ഇതായി നോക്കി, ഇതൊരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്. GMR ഇൻഫ്ര കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഈ 100 രൂപ വന്നപ്പോൾ ഞാനിത് വിറ്റു. ഓക്കെ, ഇത് ഞാൻ എത്ര 90 രൂപയ്ക്കും കണ്ട് 88-90 രൂപയ്ക്കും കണ്ട് മേടിച്ചിട്ട് ഞാൻ 100 രൂപയ്ക്ക് വിറ്റു. പിന്നെ കാത്തിരിക്കാനുള്ള സമയം നമുക്കില്ലായിരുന്നു. ഇത് നോക്കിക്കേ, കഴിഞ്ഞ 2023 ഡിസംബർ മുതൽ ഇത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ഒരു ഹ്യൂജ് ഒരു മേലോട്ടൊരു വന്നു, ഇവിടെ ഇത് എന്താ പറയുന്നത്, ഒരു കൺസോളേഷൻ നടന്നു. ഇവിടുന്ന് ശേഷം നേരെ തിരിച്ച് മേലോട്ട് പോയി ഒരു ബ്രേക്ക് ഔട്ട്, ഭയങ്കര ഹ്യൂജ് കൊടുത്തോട്ട് ബ്രേക്ക് ഔട്ട് വന്നു, ഇതിനകത്ത് കയറി. ഓക്കെ, ഇവിടെ കയറുമ്പോൾ നമുക്കിത് ബോക്സ് അത് മനസ്സിലാകത്തില്ല, ശരിയല്ലേ? നമ്മൾ ഇതിനകത്ത് കയറി മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോയി, വീണ്ടും തിരിച്ചു വന്ന് മേലോട്ട് പോയി, വീണ്ടും തിരിച്ചു വന്ന് മേലോട്ട് പോയി. അപ്പോൾ ഇവിടെ 2 പോയിൻ്റായി, ഇല്ലേ? ഇവിടുന്ന് ഓൾറെഡി ഇവിടെ 2 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തു, നേരെ തിരിച്ചു പോയി, ഇവിടെ വീണ്ടും കിട്ടി. അപ്പോൾ നമുക്കിവിടെ 1, 2, 3, 4, 5, 6 പോയിൻ്റ് ഇവിടെ കിട്ടി. ഇത് ഡേ ക്യാൻഡിൽ കേട്ടോ, ഡേ ടൈം ഫ്രെയിമാണ്. മുകളിൽ നമുക്ക് 1, 2 കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു റേഞ്ച് ബൗണ്ടായി, ഇല്ലേ? ഒരു റേഞ്ചിനകത്താണ് കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി, ഇല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ബോക്സ് ഇവിടുന്ന് നമുക്കിപ്പോൾ ഇവിടെ വരെ ഇല്ല, നമ്മളിവിടെ കാണുന്നില്ലെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ 2024 മാർച്ചിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. 2024 മാർച്ചിൽ ഇവിടം വരെ ഉള്ളെന്ന് വിചാരിച്ചു. ഇവിടം വരെ ഉള്ളൂ. 2024 മാർച്ചിലാണ് നമ്മളിവിടെ ഒരു ബോക്സ് വരച്ചു. ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ബോക്സ് വരച്ചിട്ടു. ഇതിന് ശേഷം നമ്മൾ ഇത്രയും ഭാഗം കാണുന്നില്ലെന്ന് വിചാരിച്ചു. ഇത്രയും ഭാഗം നമ്മളൊന്നും കാണുന്നില്ല. ഇത്രയും വെച്ച് തന്നെ നമ്മളിപ്പോൾ ഇവിടെ 1, 2 പോയിൻ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6, 7 പോയിൻ്റ് ഇവിടെ താഴെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിന് ചേർത്തൊരു ബോക്സ് വരച്ചു. ഓക്കെ, നമ്മൾ ഈ ഭാഗം ഒന്നും കാണുന്നില്ല, ബോക്സ് ഇല്ല, ബ്ലാങ്ക് ആയിട്ട് ഇങ്ങോട്ട് കിടക്കുക. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? വീണ്ടും മാർക്കറ്റ് ഈ ബോക്സിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമുക്കൊരു റേഞ്ച് പോലും. അപ്പോൾ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വരുമ്പോൾ മേടിക്കുക, ഇവിടെ വരുമ്പോൾ കൊടുക്കുക, വീണ്ടും താഴെ വരുമ്പോൾ മേടിക്കുക, ഇവിടെ വരുമ്പോൾ കൊടുക്കുക, ഇവിടെ വരുമ്പോൾ കൊടുക്കുക, ഇവിടെ വരുമ്പോൾ മേടിക്കുക, വീണ്ടും വരെ കൊടുക്കുക. ഇത് തന്നെ സംഭവം. ഇത് ഞാൻ 2 പ്രാവശ്യം തന്നെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് GMR ഇൻഫ്ര. ഇതിന് ശേഷം ഇത് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഇവിടുന്ന് 92-ൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നില്ലേ? ഈ 92 ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ഈ ബോക്സിന് വെളിയിലാണ് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നത്, ഇല്ലേ? ഈ ബോക്സ് പൊട്ടിച്ച് വെളി ചാടിയതിന് ശേഷം ഈ ബോക്സ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഒരിക്കലും ഈ കിളി, ഇപ്പോൾ ഈ കൂട് വിട്ടുപോയ കിളി തിരിച്ച് ഈ കൂട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഭാഷയെ പറയുന്നേ ഉള്ളൂ. ഈ കൂട് വിട്ടു പോയ കിളി തിരിച്ച് ഈ കൂട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, ശരിയല്ലേ? അപ്പം എപ്പോഴും ഈ കൂടിൻ്റെ വാതിൽക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? കിളി തിരിച്ച് വീണ്ടും
പറന്നു പോവുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ബോക്സിനകത്തോട്ട് കയറാൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഇവിടുന്ന്. അതുകൊണ്ട് അപ്പോൾ ആ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് റിജക്ഷൻ വരുവാണ്. അങ്ങനെ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഇനിയിപ്പം ഈ കിളി വീണ്ടും ഇവിടെ വന്ന് ഇതിനകത്ത് നിൽക്കുകയാണ്. ഇനി ഇവിടെ നാളെ അടുത്ത ദിവസങ്ങളിൽ ഈ കിളി ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. പക്ഷേ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, നമുക്കൊരു ട്രേഡ് ഐഡിയ കിട്ടിയില്ലേ, നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ആകണമെന്ന് നമുക്ക് ഈ പാറ്റേൺ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ശരിയല്ലേ പറഞ്ഞേ? ഓക്കെ, നിങ്ങൾക്കപ്പം ഞാൻ പറഞ്ഞ ആശയങ്ങൾ പിടികിട്ടി കാണും. അപ്പം ബോക്സിന് പൊട്ടിച്ച് വെളിയിലോട്ട് മുകളിലോട്ട് ചാടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ബോക്സ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അഥവാ ബോക്സ് പൊട്ടിച്ച് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചെന്ന് വിചാരിച്ചു, ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ച് താഴോട്ട് വന്നു, വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇടിച്ചിട്ട് വീണ്ടും താഴോട്ട് വരേണ്ട സാധ്യത കൂടുതലാണ്. കാരണം അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സാഹചര്യം പോലാണ്, ആ സിനാരിയോ പോലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു സ്റ്റോക്ക് കൂടെ ഞാൻ മാർക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കുണ്ട്, നമ്മുടെ ഇൻഡിഗോ, ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ. ഇൻഡിഗോയ്ക്ക് കാര്യത്തിലും ഒരു ഇത് നോക്കിക്കേ, ഇവിടെ കഴിഞ്ഞ ജൂൺ മുതൽ, ഈ ജൂൺ മാസം മുതൽ ഇതിനകത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് പാറ്റേൺ രൂപപ്പെട്ടു. കാരണം നോക്കി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ, 1, 2, 3, 4, 5, 6 പ്രാവശ്യം അതിനകത്തും സപ്പോർട്ട് എടുത്തു. റെസിസ്റ്റൻസ് ആണല്ലോ 1, 2, ഇതും വേണേൽ കൂട്ടാം, 3, 4, 5, 6. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഒരു ബോക്സിനകത്ത് പെട്ട് കിടക്കുകയാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ അതിൽ ട്രേഡ് എടുക്കാം. ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ഇത് നമ്മളീ പറയുന്ന ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ നല്ല പൈസയാണ്. ഇതിപ്പോൾ 4000 റേഞ്ച് എത്ര, 4177. ഓക്കെ, ഇവിടം വരെ വരുമ്പോൾ എത്ര, 4500 രൂപയായി ഇല്ലേ. ഒരു 300-350 രൂപയുടെ റേഞ്ചാണ് ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ എവിടെയെങ്കിലും 250 രൂപയ്ക്ക് ട്രേഡ് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാപ്പിൽ കൊടുക്കുന്നവർക്ക് നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ 250 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് അതിന് 7-8% 2-3 ദിവസം കൊണ്ട് 7% കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കുമോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ബോക്സിനത് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പം മനസ്സിലായി. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്തത് JP പവർ ഒരു പെന്നി സ്റ്റോക്കാണ്. JP പവർ ഇതെല്ലാം ഡേ ആണ്. ഇത് നോക്കിക്കേ, ഇതും കണ്ടോ, ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സ് രൂപപ്പെട്ടു, അതിനകത്ത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഈ ബോക്സിനകത്ത് കയറി ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അല്ല, റിസ്ക് എടുക്കുന്നവരാണ് ഇവിടുന്ന് മേടിക്കും. കാരണം പ്രീവിയസ് എല്ലാം ഇങ്ങനെ തന്നെ സംഭവിച്ചേക്കുന്നത്, ഇവിടെ ഒരിക്കലും പൊട്ടി താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. എത്ര, 17 രൂപ 53 പൈസയ്ക്ക് 17 രൂപയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. 20, 21, 22 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. 2-3 രൂപ കിട്ടും. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വില 17 രൂപയേ ഉള്ളൂ. ആയിരിക്കണം 2-3 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 10-20% അപ്പോൾ 1 രൂപ 10% എന്ന് പറഞ്ഞാൽ 1 രൂപ 7 പൈസ, ശരിയല്ലേ? അപ്പം ഒരു 3 രൂപ കയറി കഴിഞ്ഞാൽ 20% കിട്ടിയില്ലേ. പക്ഷേ നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ശതമാനം കണക്കേ കൂട്ടത്തില്ല, പൈസയുടെ കണക്ക് കൂട്ടത്തില്ല. അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പാറ്റേൺസ് കണ്ടാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. ഒറ്റ സ്റ്റോക്ക് കൂടെ ഞാൻ കാണിച്ചു വെക്കാം. ഞാൻ ഏതെങ്കിലും മെനക്കെട്ട് വരച്ച് നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചതല്ലേ. യൂക്കോ ബാങ്ക് നോക്കിക്കേ, സുന്ദരമായ ഒരു ബോക്സ് പാറ്റേണാണ് ഇത്, ശരിയല്ലേ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് നേരെ ഈ ബോക്സ് കയറി ഇതിനകത്തൊരു ബോക്സ് രൂപപ്പെട്ടു. നോക്കിക്കേ, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തതിൽ സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ തിരിച്ചാകുന്നത് ഈ ബോക്സിനകത്ത് കിടന്ന് ഓസിലേറ്റ് ചെയ്യുക. ഇപ്പം നമുക്കിതൊരു സപ്പോർട്ട് ലെവലിലാണ് യൂക്കോ ബാങ്ക് നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് യൂക്കോ ബാങ്ക് ഇവിടെ നിന്ന് മേടിക്കാം. കാരണം പ്രീവിയസിൽ പല പ്രാവശ്യം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 45 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 50 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിച്ചിട്ട് 60-62 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 60-62 എന്ന് പറയുമ്പോൾ ഏകദേശം 20 രൂപയായി. 50 രൂപയ്ക്ക് നമ്മൾ മേടിച്ച് 60 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-10% 5 രൂപയല്ലേ. 10 രൂപ കയറി കഴിഞ്ഞാൽ 20% കിട്ടിയില്ലേ. വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ഇവിടുന്ന് 20 വരെ 20% നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇത് ഈ ബോക്സ് പാറ്റേണിൽ നമ്മൾ നോക്കി കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ബോക്സ് പാറ്റേൺ കണ്ട് മനസ്സിലായി എന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനീ ഓരോ പ്രാവശ്യം ഓരോ പാറ്റേൺ വെച്ച് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ സമയദൈർഘ്യം ഇപ്പോൾ തന്നെ എത്ര മിനിറ്റ് ആയെന്ന് എനിക്കറിയത്തില്ല. സമയത്തിൻ്റെ ദൈർഘ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാനൂടെ ഒരു ഇത് വേണമല്ലോ. അപ്പം നിങ്ങൾ കഴിവതും എൻ്റെ പഴയ പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവരും തന്നെത്താനെ പഠിച്ച് തന്നെത്താനെ ട്രേഡ് ചെയ്ത് വിജയിക്കാനുള്ള ശ്രമത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.